ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ട പോലെ മലയാളത്തിലെ മോസ്റ്റ് ഹൈപ്പഡ് മൂവിയായ എമ്പുരാന്റെ സ്റ്റോറി പ്രൊഡിക്ഷൻ ആണ് ഈ വീഡിയോ. ടീസറും ട്രെയിലറും ലൂസിഫറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, അതായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം എഴുതിയത് മുരളി ഗോപിയാണ്. സോ പ്രഡിക്ഷൻ തെറ്റിയാലും സ്റ്റോറി ഷോ ആണെങ്കിലും എന്നെ ഏറി കയറ്റരുതെന്ന് അപേക്ഷിക്കുന്നു. ഇൻ കേസ് ഞാൻ പറയുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് എമ്പുരാനിലെങ്കിൽ ശരിക്കും ഞാൻ പറയുന്ന പോലെ ഒരു സ്റ്റോറി ആവരുതെന്നാണ് എന്റെ ആഗ്രഹം, കാരണം അതിലേക്കായി കിടുവാണെന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഇൻ കേസ് ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 27 പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ കമന്റിൽ അത് വന്ന് പറയണം. അതുപോലെ എമ്പുരാൻ ഫസ്റ്റ് ഡേ കാണാൻ പോകാത്തവർ ഫസ്റ്റ് ഡേ കാണാൻ പോകാൻ പറ്റാത്തതിന്റെ റീസൺ കൂടെ കമന്റിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി പ്രൊഡക്ഷൻ. വേണ്ടവർക്ക് കാണാം, ഓർ എൽസ് സ്കിപ്പ് ദ വീഡിയോ ഹിയർ. ഞാൻ പറയുന്ന ഓർഡറിലായിരിക്കില്ല ചിലപ്പോൾ സിനിമയുടെ സീൻ ഓർഡർ ഒക്കെ. സോ സ്റ്റോറി ലൈൻ മാത്രം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇനി ഇതല്ല സിനിമയുടെ കഥയെങ്കിൽ ഈ കഥ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സിനിമ തുടങ്ങുന്നത് സ്റ്റീഫൻ ഇല്ലാത്ത കേരളം കാണിച്ചിട്ടാണ്. പൊടി പിടിച്ചെടുക്കുന്ന സ്റ്റീഫന്റെ കാറും ബോബി പോയതിൽ പിന്നെ ശക്തിയായ മഞ്ജു വാര്യരും മന്ത്രിസ്ഥാനം കിട്ടാതെ പോയ സായി കുമാറിനെയും IOFിലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നന്ദൂനെ എല്ലാം കാണിച്ചിട്ട് പടം തുടങ്ങും. ഗോവർദ്ധൻ തന്റെ സത്യാന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പുള്ളി ഇപ്പോൾ ഫുൾ ടൈം ഖുറേഷി അബ്രാമിന്റെ നെക്സസിന്റെ പിന്നാലെയാണ്. അതിലേക്ക് സ്റ്റീഫനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കൊല്ലം നാട്ടിലില്ലാതിരുന്ന സ്റ്റീഫൻ പെട്ടെന്ന് ഒരു നാൾ മുളച്ചു വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാനായിട്ട് ഗോവർദ്ധൻ അന്വേഷിച്ചിറങ്ങിയാണ്. ഇതിപ്പോ പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, അതായത് ലൂസിഫറിന് ശേഷമുള്ള സിനിമയുടെ കഥ. അയാൾ നേരെ ചെന്നെത്തുന്നത് നെടുമ്പള്ളി ഓർഫനേജിലേക്കാണ്. അവിടെ വെച്ച് അലോഷിയുടെ കുഞ്ഞിനെയും കാണുന്നു. അവിടുന്ന് മുത്തുവഴി കിട്ടിയ വിവരങ്ങളായിട്ട് നെടുമ്പള്ളി അച്ഛന്റെ മുന്നിലേക്കാണ് ഗോവർദ്ധൻ ചെല്ലുന്നത്. അവിടെ വെച്ച് അയാൾ എസ്തപ്പാനെ പറ്റി പറയുന്നു. ഇവിടെ തൊട്ട് പാസ്റ്റാണ്. പണ്ട് PKR ഇവിടത്തെ ഓർഫനേജിൽ അവനെ കൊണ്ടുവന്നാക്കി. അവൻ നല്ല കുട്ടിയായിരുന്നു. ഓർഫനേജിലുള്ളവർക്ക് ഒരു ചേട്ടനായിരുന്നു, ഒരു അനിയനായിരുന്നു. സ്റ്റീഫൻ എന്നാൽ സ്റ്റെഫാനോസ് എന്നാണ്, അതായത് എസ്തപ്പാൻ. അതുകൊണ്ട് ഞാൻ അവനെ എസ്തപ്പാൻ എന്ന് വിളിച്ചു. ഒരു ദിവസം PKR അവനെ PKRന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവൻ പിന്നീട് ഇവിടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ അവനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം PKR IUF പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ്. അന്ന് അയാൾ തന്റെ അണികളെയും സഹായികളെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. IUF പാർട്ടി വിശദീകരണ യോഗം. അന്ന് PKR തന്റെ പാർട്ടിയിലേക്ക് ഒരു MLA സ്ഥാനത്തേക്ക് സ്റ്റീഫനെ കൊണ്ടുവന്നു. അയാളെ സ്റ്റേജിൽ കയറ്റി. അവൻ ആരാണെന്നോ എവിടുന്ന് വന്നെന്നോ ആർക്കും അറിയില്ലായിരുന്നു. അവൻ PKRന്റെ ഒരു അരുമ പുത്രനെ പോലെ PKRന് കാവൽ നിന്നു. ഈ ഒരു യോഗത്തിലേക്ക് മോഹൻലാൽ വരുന്നതാണ് പുള്ളിയുടെ ആദ്യത്തെ ഇൻട്രോ. ഈ ഒരു സീനിലാണ് മോഹൻലാൽ നാട്ടിലെത്തുന്നത്. ഇവിടെ ആയിരിക്കും മോഹൻലാലിന്റെ എൻട്രി വരിക. ഈ യോഗത്തിൽ സ്റ്റേജിൽ PKR നിൽക്കുന്ന കാണാം. അതിന് മുകളിൽ വിശദീകരണ യോഗം എന്ന് കാണാം. ഷാജോൻ ലാലേട്ടന് കൂടെ ജോഡി കൊടുക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ട്. അതിനുശേഷം ട്രെയിലറിൽ സ്റ്റീഫൻ ഒരു സ്റ്റേജിലേക്ക് കയറുന്നത് കാണാം. ഷാജോൻ ലാലേട്ടന് കൂടെ ജോഡിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ട്. അതിൽ ഇങ്ങനെ വിശദീകരണത്തിന്റെ വീന്ന് എഴുതിയിട്ടുണ്ട്. സോ അത് സെയിം ഒരു സീക്വൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ട്രെയിലറിൽ സ്റ്റീഫൻ ഒരു സ്റ്റേജിലേക്കൊക്കെ നടന്നു കയറുന്നത് കാണാം. സോ സ്റ്റീഫൻ എങ്ങനെ പാർട്ടിയിലേക്ക് എത്തിയെന്ന് ലൂസിഫറിൽ കാണിച്ചിരുന്നില്ല. ബിക്കോസ് ലൂസിഫർ സെക്കൻഡ് പാർട്ടാണ്. എമ്പുരാനിൽ സ്റ്റീഫൻ എന്തിനെ തന്റെ നെക്സസ് വിട്ടിട്ട് കേരളത്തിലെത്തി എന്ന് കാണിക്കും. ഇവിടെ വെച്ച് സ്റ്റീഫന്റെ ഒരു ചെറിയ സ്പീച്ച് ഉണ്ടായിരിക്കും. കഥയിലേക്ക് വരാം. ആ ഇൻട്രോഡക്ഷന് ശേഷം സ്റ്റീഫൻ ആരാണെന്ന് സായികുമാറും ടീമും ചെകയും. അതിനു വേണ്ടിയിട്ടാണ് ഷാജോനെ സായികുമാർ തന്റെ ഒപ്പം നിർത്തുന്നത്. സ്റ്റീഫൻ വന്നിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ വാഴാനല്ല. തൽക്കാലം സ്റ്റീഫന് PKRനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൂടാതെ അയാൾക്ക് ഒരു മിസ്റ്ററി മറക്കാനുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ സ്റ്റീഫൻ ഫാസിലിനെ കാണാൻ ചെന്നു. അയാൾ അനാഥാലയത്തിന്റെ കാവൽക്കാരനായിട്ട് അവിടെ ജീവിച്ചു പോകുന്നു. പിന്നീട് PKR മരിച്ച് ലൂസിഫർ സിനിമയിലേതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പൊ പ്രസന്റിലേക്ക് വന്നു. ഇത് ഫാസിലിന്റെ അടുത്തുനിന്ന് കേട്ട ശേഷവും ഗോവർദ്ധന്റെ സംശയങ്ങളൊന്നും മാറിയില്ല. അത് വീണ്ടും കൂടി വന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റീഫൻ എവിടെ നിന്ന് വന്നു? ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് പോയ ആള് ഇത്രയും കൊല്ലം എവിടെയായിരുന്നു? അയാൾ വന്നത് PKRന്റെ കാവൽക്കാരനായിട്ട് മാത്രമായിരുന്നോ? ഇതൊക്കെ ഗോവർദ്ധനെ വീണ്ടും അലട്ടി. പിന്നെയും അയാൾ സ്റ്റീഫൻ വരുന്നതിന് മുന്നേ PKR നേരിട്ട വെല്ലുവിളികളെ പറ്റി അന്വേഷിച്ചു. അന്ന് തന്റെ എതിർപ്പാർട്ടിക്കാരനായ മേടേ രാജൻ PKRന് അത്ര വലിയ വെല്ലുവിളി നല്ലായിരുന്നു. പക്ഷെ ഇന്ന് ശക്തിപ്പെട്ടിരിക്കുന്ന ASM പാർട്ടി സ്റ്റീഫൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യ സൈഡിൽ പുലികളായിരുന്നു. അങ്ങനെ ഗോവർദ്ധൻ ASM പാർട്ടിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു ചെക്ക് ഡാം പണിയാനായിട്ട് കോൺട്രാക്ട് ASM പാർട്ടി എടുത്തിരുന്നു എന്ന് ഗോവർദ്ധന് മനസ്സിലാവുന്നു. പക്ഷെ ആ ഡാം പണിയണമെങ്കിൽ PKRന്റെ സമ്മതം വേണമായിരുന്നു. പക്ഷെ ആ ഡാം പണിയാനായിട്ട് PKR സമ്മതിച്ചില്ല. അതിനുശേഷം നാനാ ഭാഗത്ത് നിന്നും PKRന് സമ്മർദ്ദം വന്നു. ഒരുപാട് ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതിനും കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഉപകാരമുള്ളതും അതിലേറെ ബാക്കിയുള്ളവർക്ക് കഷ്ടപ്പാട് മാത്രം കൊടുക്കുന്നതും മുഴുവൻ അഴിമതി മാത്രം നടക്കുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു ആ ഡാം. അതുകൊണ്ടാണ് PKR അതിനെ എതിർത്തത്. സോ ആ ഡാം അവിടെ നടക്കാതിരിക്കാനായിട്ട് ശക്തിയുള്ള ഒരാൾ PKRനൊപ്പം വേണം. അങ്ങനെയാണ് സ്റ്റീഫൻ കേരളത്തിലെത്തിയത്. അങ്ങനെയാണ് PKR സ്റ്റീഫൻ കേരളത്തിലേക്ക് വിളിച്ചിരുത്തിയിട്ട് തന്റെ പാർട്ടിയിൽ ചേർക്കുന്നത്. ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് സീൻസ് ആയിട്ട് കാണിച്ചു. ഇനി വീണ്ടും പ്രസന്റിലേക്ക്. എന്നാൽ ഇപ്പോ PKR മരിച്ചു. സ്റ്റീഫനും നാട്ടിൽ നിന്ന് പോയി. ഇതോടുകൂടി ASM പാർട്ടി കേരളത്തിലെ IUFന്റെ ഒപ്പം വളർന്നു വന്നു കഴിഞ്ഞു. അധികാരത്തിൽ കണ്ണ് മഞ്ഞളിച്ച ജതിൻ രാവദാസ് പക്ഷേ ASM പാർട്ടിയായിട്ട് ആ ഡാമിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടിന് കൈ കൊടുത്തു. എന്നാൽ ഇതിലൂടെ രണ്ട് പ്രത്യേക മതങ്ങൾ തമ്മിലുള്ള വലിയ വർഗീയതയും കലാപവും കേരളത്തിൽ ഉണ്ടാവുമെന്ന് ജതിൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കലാപം നടത്തി വർഗീയത ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ കയറാനായിരുന്നു ASM പാർട്ടിയുടെ ഉദ്ദേശവും. അതിനു വേണ്ടിയിട്ട് അവർ കേരളത്തിൽ ഒരു നേതാവിനെ ഇറക്കി. അതാണ് സുരാജിന്റെ ക്യാരക്ടർ. പക്ഷെ സുരാജ് വെറും കളിപ്പാവയാണ്. അവന് പിന്നിൽ ASM പാർട്ടിയുടെ വലിയ കൈകളുണ്ടായിരുന്നു. ഈ ഡാമിനെ ചൊല്ലി നാട്ടിൽ പ്രശ്നങ്ങളും ഒരുപാട് സമരങ്ങളൊക്കെ നടന്നു തുടങ്ങി. പക്ഷെ ജതിൻ അതുകൊണ്ടുണ്ടാവുന്ന പേഴ്സണൽ നേട്ടങ്ങളും കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന നേട്ടങ്ങളും മാത്രമാണ് നോട്ടോട്ടത്. അങ്ങനെ അവനറിയാതെ ASM പാർട്ടിയുടെ ഒരു കളിപ്പാവയായിട്ട് ജതിൻ മാറി തുടങ്ങി. മഞ്ജു ജതിനെതിരായിരുന്നു. ഈ ഡാം ഒരിക്കലും വരരുത് എന്നത് അച്ഛന്റെ വാശിയായിരുന്നു. അച്ഛന്റെ ഭാഗം ശരിയായതുകൊണ്ട് ജതിനെതിരെ മഞ്ജു ഉടക്കിക്കൊണ്ടിരുന്നു. ഇനി സെയ്ദിന്റെ കഥ പറയാം. ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്, പാസ്റ്റ് ആണ്.
ബീഹാർ പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്ഥലത്താവും സെയ്ദിന്റെ സ്ഥലം. അവിടെ ഹിന്ദു മുസ്ലിം വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടാവും. അവിടെ ഏസം പാർട്ടി ആയിരിക്കും ഏറ്റവും വലിയ ശക്തി. ആ നാട്ടിൽ ഹിന്ദുസിന്റെ സേവറായിട്ട് സുഭദ്ര ബെൻ എന്ന റോയൽ ഫാമിലി ലേഡിയും മുസ്ലിംസിന്റെ സേവറായിട്ട് മസൂദ് ഫാമിലിയും മസൂദിന്റെ ബ്രോ മുന്നേയും ആയിരിക്കും. അവിടുത്തെ ഏസം പാർട്ടിയുടെ വലിയ ആളായിരിക്കും ബൽരാജ്. അയാൾ നല്ല പവർഫുൾ ലീഡറുമാണ്. അങ്ങനെ അവിടെ വലിയൊരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാവും. അതിൽ ഒരുപാട് പേരുടെ ജീവൻ പോകും. മുസ്ലിംസ് തോക്കും. മസൂദിന്റെ ഫാമിലിയിൽ പക്ഷെ ആരും മരിക്കില്ല, കാരണം അവരാണല്ലോ മെയിൻ ലീഡർ. അതുകൊണ്ട് അവരെല്ലാവരും സേവ് ചെയ്യും. പക്ഷെ അവിടേക്ക് മറ്റു നാട്ടിൽ നിന്ന് മുസ്ലിം ഗണത്തിൽപ്പെട്ട ജിഹാദി തീവ്രവാദികൾ ഇറങ്ങിയിട്ട് അവർ ഹിന്ദുസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതൊരിക്കലും മസൂദിന്റെ ഫാമിലിയുടെ സമ്മതത്തോടെ ആയിരിക്കില്ല. ആക്ച്വലി ഹിന്ദുസിന്റെ നേതാവായിരുന്ന സുഭദ്ര ബെൻ നല്ലൊരു ലീഡർ ആയിരുന്നു. രണ്ട് ടീമിനെ ഒന്നാക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരുന്നു. പക്ഷെ അവരെ ഈ ജിഹാദികൾ കൊന്നൊടുക്കും. ആ കൊട്ടാരം ഈ ജിഹാദികൾ കയ്യേറും. അതിൽ വാശിയേറിയ ആ നാട്ടിലെ ഹിന്ദുസ് ബൽരാജിന്റെ നേതൃത്വത്തോടെ മുസ്ലിംസ് താമസിക്കുന്ന ഗ്രാമം കത്തിച്ച് മസൂദിന്റെ ഫാമിലിനെ മുഴുവൻ കൊന്നൊടുക്കും. എന്നിട്ട് ജിഹാദികൾ കയ്യേറിയ അവരുടെ കൊട്ടാരം പൊളിച്ചു കളയും. സുഭദ്ര ബെൻ ഹിന്ദുസിനെ കൂടാതെ മുസ്ലിംസിനെ കൂടെ സപ്പോർട്ട് ചെയ്തത് ബൽരാജിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്ന സ്ഥലം ബൽരാജ് പൊളിച്ചു കളഞ്ഞത്. അത് കണ്ട് പേടിച്ച ജിഹാദികൾ അവിടുന്ന് രക്ഷപ്പെടും. മസൂദിന്റെ ചെറിയ ഇളയ മകനും സയ്യിദ് മാത്രം അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ സയ്യിദിനെ അനിയൻ രക്ഷപ്പെട്ടത് അറിയില്ലായിരുന്നു. അനിയൻ മരിച്ചുവെന്നാണ് സയ്യിദ് വിചാരിക്കുക. സ്വന്തം അപ്പനും അമ്മയും കുടുംബവും മരിച്ച സയ്യിദ് പക്ഷെ അതിന് ബൽരാജിനോട് റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ജിഹാദി മുസ്ലിംസിനോടൊപ്പം ചേരും. അവരോടൊപ്പം പോകും. അങ്ങനെ ജിഹാദികളോടൊപ്പം സയ്യിദ് വളരും. സയ്യിദിന്റെ കഥയുടെ ഒരു വേർഷൻ കൂടി ഞാൻ പറയാം. സയ്യിദ് മേ ബി ഒരു ഓർഫൺ ആയിരിക്കും. ജിഹാദി ഗ്രൂപ്പിൽ നിന്ന് മസൂദിന് സയ്യിദിനെ കിട്ടും. പിന്നെ ഉണ്ടാവുന്ന കലാപത്തിൽ മസൂദ് ഫാമിലി മരിക്കും. അതായത് ബൽരാജ് മസൂദ് ഫാമിലിനെ കൊല്ലും. അവിടുന്ന് രക്ഷപ്പെട്ട സയ്യിദ് താൻ അച്ഛനെ പോലെ കണ്ട മസൂദിന്റെ പേര് ചേർത്ത് സയ്യിദ് മസൂദ് ആവും. പിന്നീട് മേ ബി സയ്യിദിന്റെ യൂത്ത് വേർഷൻ ആയിരിക്കും ആന്റണിയുടെ മോൻ ആശിഷ്. അവൻ ബൽറാമിനെ കൊന്നിട്ട് റിവെഞ്ച് എടുക്കും. പിന്നീട് എങ്ങനെയൊക്കെയോ സ്റ്റീഫന്റെ ഒപ്പം ചേരും. ഇങ്ങനെയോ ആവാം. സ്റ്റീഫൻ ഈ സമയം ചെറുപ്പത്തിൽ നാട് വിട്ടുപോയിട്ട് ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ കാർട്ടലിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ടാവും. സ്റ്റീഫനും ഇവരോടൊപ്പം വളർന്നു. പിന്നീട് ആ ഇന്ത്യൻ ഇന്റർനാഷണൽ കാർട്ടലിന്റെ ഗോഡ് ഫാദർ സ്റ്റീഫനും ഭയങ്കര സെറ്റ് ആവും. അങ്ങനെ സ്റ്റീഫനും സ്വന്തമായിട്ട് ഒരു ഗ്യാങ് ഉണ്ടായിട്ട് വരുന്നു. സ്റ്റീഫനോട് ആ ഗോഡ് ഫാദർ സയ്യിദിന്റെ നാട്ടിൽ ചെന്ന് ആ വാർഫേസ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറയും. അവിടേക്ക് സ്റ്റീഫൻ എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് സയ്യിദിന്റെ അനിയനെ സ്റ്റീഫന് കിട്ടും. അതായത് സ്റ്റീഫൻ ചെറുപ്പമാണ്. ഇപ്പോൾ ആണെങ്കിൽ സയ്യിദ് മസൂദ് ജിഹാദികളുടെ ഒപ്പമാണ്. സയ്യിദിന് ഒരു 15 വയസ്സ് കൂട്ടിക്കോ, സ്റ്റീഫൻ ഒരു 30 വയസ്സ് കൂട്ടിക്കോ. അപ്പോഴേ ലോജിക്ക് കറക്റ്റ് ആവുള്ളൂ. പക്ഷേ ഇതൊന്നും എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല, ജസ്റ്റ് പ്രഡിക്ഷൻസ് ആണ്. അപ്പോൾ ഈ വാർഫേസ് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സ്റ്റീഫൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ സ്റ്റീഫന്റെ ഗോഡ് ഫാദറിനെ റഷ്യൻ ഗാങ്സ്റ്റർ സെർജി ലിയോണോവ് കൊന്നുകളയും. അത് എല്ലാവരും അയാൾ അത് ചെയ്തത് കബൂഗയ്ക്ക് വേണ്ടിയായിരുന്നു. മേ ബി ഈ സീൻസ് ഒക്കെ ഡയലോഗ്സ് ഒക്കെ പോലെ പറഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ. കാണിക്കാനൊന്നും ചാൻസ് ഇല്ല. കാരണം ലാലേട്ടന്റെ യൂത്ത് ഭാഗം ഉണ്ടോന്നൊന്നും അറിയില്ല. ഇനി അനിയുടെ മകൻ ആശിഷ് ആണോ ലാലേട്ടന്റെ യൂത്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ കൂടി പറയാം. നാട് വിട്ട കുഞ്ഞ് സ്റ്റീഫൻ അലഞ്ഞു തിരിഞ്ഞ് മസൂദ് ഫാമിലിയിൽ എത്തുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ബൽരാജ് മസൂദ് ഫാമിലിനെ കൊല്ലുന്നു. സ്റ്റീഫനും സയ്യിദും അനിയനും രക്ഷപ്പെടുന്നു. പക്ഷെ സ്റ്റീഫന് സയ്യിദിനെ കിട്ടിയില്ല. സയ്യിദ് ജിഹാദികളോടൊപ്പം പോയി. പിന്നീട് സ്റ്റീഫൻ അവിടെ ആ കുഞ്ഞിനെ സംരക്ഷിച്ച് യൂത്ത് ആവുന്നു. അതാണ് ആന്റണിയുടെ മോൻ ആശിഷ്. അവൻ ബൽരാജിനെ കൊന്നിട്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നു. അങ്ങനെ സ്റ്റീഫൻ വലിയൊരു ലീഡറായിട്ട് മാറി തുടങ്ങുന്നു. മേ ബി ഇങ്ങനെയാവാം. പക്ഷെ നമുക്ക് എന്റെ കഥ കേൾക്കാം. അങ്ങനെ തന്റെ സേവിയറായ ഗോഡ് ഫാദർ ആയ ആളെ കൊന്നവനോട് റിവെഞ്ച് എടുക്കാനായിട്ട് സ്റ്റീഫൻ ആ ഗോഡ് ഫാദറിന്റെ നെയിം സ്വീകരിക്കുന്നു. ഖുറേഷി അബ്രാം എന്ന പേര്. സ്റ്റീഫൻ ഖുറേഷി അബ്രാമായിട്ട് റീപ്ലേസ് ചെയ്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒറിജിനൽ ഖുറേഷി അബ്രാം മരിച്ചിട്ടില്ല എന്ന് ലോകത്തിന് ധരിപ്പിക്കുകയും കൂടി സ്റ്റീഫന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ പേര് അവൻ സ്വീകരിച്ചത്. പക്ഷെ 30 വയസ്സുള്ള അവന് വേൾഡ് ഭരിക്കുന്ന കബൂഗയിലേക്ക് എത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സോ അബ്രാം പതിയെ തന്നെ നെക്സസ് വലുതാക്കിക്കൊണ്ടിരുന്നു. അതിനോടൊപ്പം ആ കുഞ്ഞിന്റെ സേവറായിട്ട് അബ്രാം മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അബ്രാമിന്റെ നെക്സസ് മുന്നത്തേലും വളർന്നു. ഇതിനിടയിൽ ബൽരാജ് നോർത്തിൽ വലിയ ശക്തിയായിട്ട് മാറിയിരുന്നു. പക്ഷെ KN നെക്സസ് റീകൺസ്ട്രക്ട് ചെയ്ത നോർത്തിലെ സ്ഥലത്ത് മറ്റൊരു അറ്റാക്ക് ഉണ്ടാവുന്നു. അവിടെ വെച്ച് ബൽരാജിനെ ആരോ കൊല്ലുന്നു. അത് സയ്യിദാണെന്ന് ഖുറേഷി അബ്രാം അറിയുന്നു. അയാളുടെ അപ്പന്റെ അനിയനായ മുന്നാബായി ആയിരുന്നു ബൽരാജിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തതെന്നും സയ്യിദിന് മനസ്സിലായിട്ട് മുന്നാബായിനെയും സയ്യിദ് അവിടെ കൊന്നിട്ടുണ്ടായിരുന്നു. അയാളും ഓൾറെഡി ബൽരാജിന്റെ ഒപ്പം ഒരു മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്നു. സോ മുന്നാബായി മേ ബി ഒരു ചാരൻ അല്ലെങ്കിൽ ഒരു ചതിയനായിരിക്കും. സയ്യിദിന്റെ റിവെഞ്ച് സ്റ്റോറി ആയിട്ട് അബ്രാം നിന്റെ അനിയൻ മരിച്ചിട്ടില്ലെന്നും ഞാനാണ് അവനെ സംരക്ഷിക്കുന്നതെന്നും സയ്യിദിനോട് പറയും. മേ ബി സയ്യിദിന്റെ ഈ അനിയനായിരിക്കും ആന്റണിയുടെ മകൻ ആശിഷ്. ജിഹാദികളോടൊപ്പം ചേർന്ന് വളർന്നുകൊണ്ട് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തീർന്നു സയ്യിദ് മസൂദ്. സോ സയ്യിദ് ഖുറേഷി അബ്രാം നെക്സസിൽ ചേരും. ഓൾറെഡി ഇന്റർനാഷണൽ ആയ ഖുറേഷി അബ്രാം നെക്സസ് സ്റ്റീഫന്റെ ഗോഡ് ഫാദറിനെ കൊന്ന റഷ്യൻ ഗാങ്സ്റ്റേഴ്സിനെ തീർക്കും. അതിലൂടെ കബൂഗ ഖുറേഷി അബ്രാം വീണ്ടും തന്റെ നേർക്കാണെന്ന് മനസ്സിലാക്കും. പക്ഷെ കബൂഗ ഒരിക്കൽ കൊന്ന ഖുറേഷി അബ്രാം വീണ്ടും എങ്ങനെ ജനിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത് ഖുറേഷി അബ്രാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ആ പ്ലേസ് റീപ്ലേസ് ചെയ്തു എന്ന് കബൂഗയ്ക്ക് മനസ്സിലാവുന്നത്. കബൂഗയുടെ മെയിൻ പരിപാടി വെപ്പണും ഡ്രഗ് ഡീൽസ് ഒക്കെയാണ്. കബൂഗയുടെ വെപ്പൺ ആൻഡ് ഡ്രഗ് കാർട്ടൽസ് ആണ് ഇറാഖിലെ ഗോസ്റ്റ് സിറ്റി നശിപ്പിച്ചത്. സോ ഇനി വേൾഡിൽ 2 മെയിൻ ഗ്യാങ് ആണ് ഉള്ളത്. ഒന്ന് ഖുറേഷി അബ്രാമും നെക്സസും, 2 കബൂഗ ഗ്യാങ്ങും. ഈ 2 നെക്സസിന്റെയും പിന്നാലെ നടക്കുന്ന ഓഫീസേഴ്സ് ആണ് ബോറിസ് ഒളിവറും റോബർട്ട് ആൻഡ് മിഷെല്ലെ. ഈ മിഷെല്ലിന്റെ ഫാദറാണ് മുന്നു മരിച്ച സ്റ്റീഫൻ കൊന്ന റഷ്യൻ ഗാങ്സ്റ്റർ. പിന്നീട് കബൂഗ കാർട്ടലിനെ തീർക്കാനായിട്ട് അബ്രാം നെക്സസ് പ്ലാനിട്ട് ഇറാഖിലെ ഗോസ്റ്റ് സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് 2 ഗ്യാങ്ങും തമ്മിൽ ഫൈറ്റ് ആവുന്നു. അങ്ങനെ കബൂഗ ഗ്യാങ്ങിനെ ഖുറേഷി അബ്രാം നെക്സസ് തീർക്കുന്നു. ഈ സമയം മിഷേൽ കമാൻഡോസിനെ ഇറക്കുമെങ്കിലും
സയ്യിദും ടീമും അതെല്ലാം തടയുന്നു. പക്ഷെ മിഷേലിനെ കൊല്ലില്ല. പിന്നീട് തന്റെ ഗോഡ്ഫാദറിനെ കൊന്ന അവിടുത്തെ പള്ളിയിൽ വെച്ച് അബ്രാം തന്നെ നെക്സസിൽ നിന്ന് ഇറങ്ങുന്നു. കാരണം കബൂഗേനെ തട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് അവൻ ഖുറേഷി അബ്രാം എന്ന പേര് സ്വീകരിച്ചതും പിന്നീട് കാർട്ടലിനെ വളർത്തിയതും. ഓൾറെഡി മുന്നേ ഖുറേഷി അബ്രാം മരിച്ചത് ഒരു കോൺട്രവേഴ്സി ആക്കി തീർത്തിരുന്നു. കാരണം ഒറിജിനൽ ഖുറേഷി മരിച്ചപ്പോൾ സ്റ്റീഫൻ ആ നെയിം സ്വീകരിച്ച് വീണ്ടും ആ നെക്സസ് അലൈവ് ആണെന്ന് കാണിച്ചു. സോ വീണ്ടും ഡ്രഗ് കാർട്ടൽസ് പേടിച്ചു. ബിക്കോസ് ഖുറേഷി ടീം ഡ്രഗിനെതിരായിരുന്നു. ഇനി ഡ്രഗിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് തന്നെ നെക്സസ് അലൈവ് ആണെന്ന് ലോകത്തിനെ ധരിപ്പിച്ചിട്ട് ഡ്രഗ്സ് ഒഴുക്ക് കുറച്ച് സ്റ്റീഫൻ PKRന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇടുന്നു. ഖുറേഷി അബ്രാം അലൈവ് ആണെന്ന് തന്നെ തുടരണം. നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി സയ്യിദ് ചെയ്യണം. ആ നിർദ്ദേശം കൊടുത്തിട്ട് സ്റ്റീഫൻ നാട്ടിലേക്ക് പോകും. അതിനുശേഷമാണ് PKR സ്റ്റീഫനെ MLA ആയിട്ട് മറ്റേ വിശദീകരണ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതും പിന്നീട് ലൂസിഫർ മൂവി സംഭവിക്കുന്നതും. ഇവിടെ വെച്ച് ലൂസിഫറും എമ്പുരാനും ഞാൻ എല്ലാവർക്കും കണക്ട് ആക്കി കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. അതായത് പാസ്റ്റും പ്രസന്റും ഇപ്പൊ കണക്ട്. ഇനി കഥ നടക്കുന്നത് മുഴുവൻ പ്രസന്റ് ആണ്. അതായത് ലൂസിഫറിന് ശേഷമുള്ള കഥ. ഗോവർദ്ധന സ്റ്റീഫൻ തന്നെയാണ് ഖുറേഷി എന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവും. ടോവിനാണ് ഇപ്പൊ മന്ത്രി. സുരാജിന്റെ പാർട്ടി വൻ ശക്തിയായിട്ട് ഡാം കെട്ടുന്ന പരിപാടികൾ തുടങ്ങി വെക്കും. എല്ലാത്തിനെയും പിന്താങ്ങുന്നത് ജതിൻ രാമദാസും ആയിരിക്കും. ഓൾറെഡി മഞ്ജു ഇപ്പൊ ജതിനായിട്ട് തെറ്റിരിക്കുകയാണ്. സോ ജതിനോട് ഡാമിന്റെ പ്രൊജക്ട് മുൻപോട്ട് കൊണ്ടുവരുതെന്ന് പറയും. പക്ഷെ തന്റെ അഭിമാന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവൻ അത് നിരസിക്കും. സോ ഈ ഡാമിന്റെ മെയിൻ പരിപാടികൾ ചെയ്യുന്നത് ASM പാർട്ടിയാണ്. അതായത് സുരാജിന്റെ തലപ്പത്തുള്ള നേതാവ്. അയാൾക്ക് ഇതിനുള്ള ഫണ്ടിങ് നടക്കുന്നത് വേറെ എവിടെന്നോ ആണ്. എസ്പെഷ്യലി ഫ്രം UK, ചൈന ആൻഡ് USA. ഈ നാടുകളിൽ നിന്ന് ഡാം പണിയുടെ പേരിൽ ഡ്രഗ്സ് ഇറക്കാനാണ് ASM പാർട്ടി ശ്രമിച്ചത്. ഇത്തവണ IB ഓഫീസറായിട്ട് വരുന്ന കിഷോറും ഗോവർദ്ധൻ ചെയ്യുന്ന പോലെ സ്റ്റീഫനെ പറ്റിയിട്ടുള്ള അന്വേഷണ റോളായിരിക്കും ചെയ്യുക. അയാൾക്കും ഗോവർദ്ധനും തമ്മിൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. രണ്ടാളും രണ്ടു വഴിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും അന്വേഷിക്കുക. അയാൾ ഒരു IB ഓഫീസർ ആയതിനാൽ കേരളത്തിലെ ASM പാർട്ടിനെയും നോർത്തിലെ ASM പാർട്ടിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ആ ഇന്റർനാഷണൽ നെക്സസിനെ പറ്റിയിട്ടാണ് അയാൾ മെയിൻ ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ നെക്സസ് ഖുറേഷി അബ്രാം ഗ്യാങ് അല്ലെന്ന് അവന് മനസ്സിലാവും. ഇല്ലൂമിനാറ്റി പോലത്തെ ഒരു സീക്രട്ട് സൊസൈറ്റിനെ ഡിറ്റോ ആയിട്ട് സിനിമയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി ഇവരാണ് ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ. കബൂഗ ഡ്രഗ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഈ സൊസൈറ്റിക്ക് കബൂഗേനോട് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഖുറേഷി അബ്രാം ഗ്യാങ് ഡ്രഗ്സിനെതിരായതിനാൽ ആ സൊസൈറ്റിക്ക് അവർ ഇല്ലാതാക്കാനായിട്ട് എയിം ഉണ്ട്. അങ്ങനെ ജതിൻ രാമദാസ് ഡാം പണിയുന്നതിനെതിരെ മഞ്ജു പ്രതിഷേധമൊക്കെ തുടരെ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ IUF മഞ്ജു ഒരു ലീഡറായിട്ട് മാറി തുടങ്ങും. ഇത് ജതിന് അത്ര പിടിക്കാതെ വരും. ഇതേ സമയം ബോബിനെ കൊന്നിട്ട് നാട്ടിൽ നിന്ന് പോയ സ്റ്റീഫൻ വീണ്ടും ഖുറേഷി അബ്രാമായിട്ട് മാറി UK, ഫ്രാൻസ്, ഇറാഖ്, ടർക്കി മുതലായ രാജ്യങ്ങളിലെ മെയിൻ കാർട്ടൽസിനെയും നെക്സസിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നടക്കുന്ന ഫൈറ്റ്സിലായിരിക്കും ഹെലികോപ്റ്ററിൽ അബ്രാം വന്നിറങ്ങുക. ഖുറേഷി അബ്രാമായിട്ട് ലാലേട്ടന്റെ പ്രസന്റിലുള്ള എൻട്രി ആയിരിക്കും ഇവിടെ. ലാലേട്ടൻ സ്റ്റീഫനായും ഖുറേഷിയും ഓരോ ഫൈറ്റ് വീതം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഫൈറ്റ്സ് എല്ലാം ലാലേട്ടന്റെ ഗ്യാങ് ആയിരിക്കും ചെയ്യുക. ഇനി മേ ബി ഫൈറ്റ് ആയിരിക്കില്ല, ഫുള്ള് ഗൺഷൂട്ട് തന്നെ ആയിരിക്കും. ഈ ഒരു സമയത്തുള്ള ഫൈറ്റ് ആയിരിക്കും പൃഥ്വി ലാലേട്ടനെ ഒരുമിച്ചിട്ടുള്ള ഫൈറ്റ്. അവരൊരുമിച്ചുള്ള ഫൈറ്റ് എന്തായാലും ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ലൂസിഫർ സിനിമയ്ക്ക് മുന്നുള്ള ഖുറേഷി അബ്രാമിന്റെ വളർച്ചയും എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ആയിരിക്കും ഈ സിനിമയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി ഖുറേഷി അബ്രാം നെക്സസ് ഉപേക്ഷിച്ച് പോകുന്ന സ്റ്റീഫൻ തിരിച്ച് വീണ്ടും ഖുറേഷി അബ്രാം ആയ റീസൺ ഒക്കെ ഉണ്ടാവും. ഖുറേഷി അബ്രാം റീകൺസ്ട്രക്ട് ചെയ്തതും ഡ്രഗ് ഫ്ലോ ഇല്ലാതാക്കിയ കൺട്രീസിലും ഈ സീക്രട്ട് സൊസൈറ്റി ഗ്യാങ് വീണ്ടും ഇതെല്ലാം തുടങ്ങി വെക്കും. അതുകൊണ്ടാണ് സ്റ്റീഫൻ വീണ്ടും ഖുറേഷി അബ്രാം ആവുന്നത്. കേരളത്തിൽ IB ഓഫീസർ ജതിനോട് സ്റ്റീഫനെ പറ്റിയും ഖുറേഷി അബ്രാമിനെ പറ്റിയുള്ള കൺക്ലൂഷൻസ് എല്ലാം പറയും. പക്ഷേ ജതിൻ അതൊക്കെ അവഗണിക്കും. അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഗോവർദ്ധന് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ASM പാർട്ടി ജതിനെ സമീപിക്കുന്നതിന് മുന്നേ തന്നെ ജതിന് ഈ സീക്രട്ട് സൊസൈറ്റി ഗ്യാങ്ങിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ജതിൻ തിരിച്ചു വന്നത് ആക്ച്വലി സ്റ്റീഫന് വേണ്ടിയിട്ടല്ലെന്ന് ഗോവർദ്ധൻ മനസ്സിലാക്കും. ജതിൻ തിരിച്ചു വന്നത് സ്റ്റീഫന് വേണ്ടിയാണെന്നുള്ള വ്യാജേന അവൻ ആക്ച്വലി വന്നത് ഈ സീക്രട്ട് സൊസൈറ്റിക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ സ്റ്റീഫൻ ആണ് ഖുറേഷി അബ്രാം എന്ന് ജതിൻ അറിയില്ലായിരുന്നു. ബിക്കോസ് ആ സൊസൈറ്റിയിൽ ഒരു ചെറിയ മെമ്പർ മാത്രമാണ് ജതിൻ രാംദാസ്. ഈ കാര്യങ്ങൾ ഗോവർദ്ധൻ മഞ്ജുവിനോട് പറയും. അപ്പോഴാണ് ASM പാർട്ടിയുടെ മറ്റൊരു വലിയ യോഗം നടക്കുന്നത്. അവിടേക്ക് വരുന്ന ആ ആളാണ് ASM പാർട്ടിയുടെ മെയിൻ ലീഡർ. അയാളാണ് സീക്രട്ട് സൊസൈറ്റിനെയും ASM പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അയാൾ എത്തുന്നതോടെ കേരളത്തിൽ കാര്യങ്ങൾ വഷളാവുന്നു. ജതിനെ പിടിച്ചാൽ കിട്ടില്ലെന്നും ഈ നാട് നശിക്കാൻ പോകുകയാണെന്നും മഞ്ജു മനസ്സിലാക്കുന്നു. ഈ സമയം മഞ്ജു തന്റെ ഏക ആശ്രയമായ സ്റ്റീഫനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ അറിയിക്കുന്നു. അതുകൂടാതെ ഡാമിനെതിരെ അവൾ ഒരു പ്രതിഷേധ യോഗം വിളിച്ചുകൂടുന്നു. ആ യോഗത്തിൽ ജതിന്റെ ആളുകൾ തീയിട്ട് ആളുകളെല്ലാം ഓടിക്കുന്നു. പിന്നീട് മഞ്ജുവിനെ ഓടിച്ചൊരു കാട്ടിലേക്ക് കയറ്റുന്നു. അവളെ കൊല്ലാനായിട്ട് തുടങ്ങുമ്പോൾ ആ കാട്ടിലേക്ക് സ്റ്റീഫൻ എത്തി ഒക്കേത്തിനെയും തീർക്കുന്നു. സ്റ്റീഫനായിട്ടുള്ള ലാലേട്ടന്റെ ഫൈറ്റ് ഈ ഒരു സീനിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി ജതിൻ സീക്രട്ട് സൊസൈറ്റിയിലെ ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ ജതിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ആ സീക്രട്ട് സൊസൈറ്റിയിലെ തലപ്പത്തുള്ളവരെ ഖുറേഷി അബ്രാമിനെ കൊല്ലണം. സോ ജതിനെ ഇറക്കിയ അവര് വിളിച്ചത് വരുമെന്ന് ഖുറേഷി അബ്രാമിന് അറിയായിരുന്നു. അവിടെ വെച്ചിട്ട് അവൻ മഞ്ജുവിനെ രക്ഷിക്കുന്നു. ജതിൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് തന്റെ ഹിറ്റ് ടീമിനെയും സയ്യിദിനെയും സ്റ്റീഫൻ നാട്ടിലേക്ക് വരുത്തുന്നു. ഇതേ സമയം ASMന്റെ മെയിൻ ലീഡർ സീക്രട്ട് സൊസൈറ്റിനെ വിളിച്ചിട്ട് ഖുറേഷി അബ്രാം ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നു. ഈ സമയം തന്നെ ആ ഒരു സീക്രട്ട് സൊസൈറ്റിയിലെ ലീഡേഴ്സിനെ കാണിക്കുന്നു. രണ്ടുപേരാണ് അവര്. അതിൽ ആദ്യത്തെ ലീഡറിന്റെ ഈ സിനിമയിലെ പേര് എയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതൊരു വിദേശതാരമായിരിക്കും. റിക് യൂനെ ആയിരിക്കും മിക്കവാറും ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ താരം. രണ്ടാമത്തെ ആളുടെ സിനിമയിലെ പേര് അബ്രാം എന്നായിരിക്കും. അത് സുപരിചിതനായ ഒരു ഇന്ത്യൻ സ്റ്റാർ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എമ്പുരാൻ ടൈറ്റിലിൽ 2A മാത്രം ചുമന്ന അക്ഷരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണ് ഇത്. ഇനി എന്റെ കഥയിലെ ടൈലന്റ് പറയാം. സ്റ്റീഫന്റെ ഗോഡ്ഫാദർ ആയിരുന്ന ഖുറേഷി അബ്രാം ആക്ച്വലി ഒരാളല്ലായിരുന്നു, രണ്ടാളുകളായിരുന്നു. സ്റ്റീഫന്റെ ഗോഡ്ഫാദർ ഖുറേഷി ആയിരുന്നു. അതിൽ അബ്രാം ആണ് ഇപ്പോൾ റിവീലായ ആൾ. ഇത്ര നാൾ സ്റ്റീഫൻ ഖുറേഷി അബ്രാം ആവുന്നതിന് മുന്നേ ലോകത്തിലെ നന്മയും തിന്മയും ചെയ്തുകൊണ്ടിരുന്നത് ഒരേ നെക്സസ് ആയിരുന്നു. അബ്രാം എന്നത് മറ്റൊരാളായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നു.
ഒറിജിനൽ അബ്രാം ഉള്ളത് സീക്രട്ട് സൊസൈറ്റിയിലും കൂടി ആയതിനാൽ അത് ലോകത്തിനോ സ്റ്റീഫനോ പോലും അറിയില്ലായിരുന്നു. റഷ്യൻ ഗാങ്സ്റ്റർ കൊന്നത് ഖുറേഷി അബ്രാമിനെ അല്ലായിരുന്നു, ഖുറേഷിനെ മാത്രമായിരുന്നു. അപ്പോഴും അബ്രാം അവിടെ അലവായിരുന്നു. ഇതൊന്നും അറിയാതെ സ്റ്റീഫൻ തന്റെ ഗോഡ് ഫാദറിന് വേണ്ടിയിട്ട് ഖുറേഷി അബ്രാമായിട്ട് തീർന്നു. തന്റെ ഗോഡ് ഫാദറിനെ കൊന്ന റഷ്യൻ ഗാങ്സ്റ്ററിനെയും കബൂഗ ഗാങ്ങിനെയും സ്റ്റീഫൻ തീർത്തു. ദൈവമാണെന്ന് വിചാരിച്ചവര് ദൈവത്തിന്റെ വേഷം കെട്ടിയ ചെകുത്താന്മാരായിട്ട് തീർന്നു. ഇതിനിടയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ജതിനെ മഞ്ജു വാര്യർ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതിന് നേതൃത്വം കൊടുത്തിട്ട് സ്റ്റീഫൻ ആ വീട്ടിലുണ്ടായിരിക്കും. ഇനി കാണാൻ പോകുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല, തിന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെ L3യുടെ ടൈറ്റിൽ കാണിച്ചിട്ട് പടം തീരും. അപ്പോൾ ഗൈസ്, ആക്ച്വലി ഞാനൊരു സ്റ്റോറി പ്രൊഡിക്ഷൻ ഒന്നല്ല നടത്തിയത്, എന്റെ മനസ്സിലുള്ള L2ന്റെ കഥയാണ്. ഇനി ഇതെങ്ങാനും കണ്ടിട്ട് പൃഥ്വിരാജ് മുരളി ഗോപിനോടൊപ്പം എന്നെ കൂടെ L3 എഴുതാൻ വിളിച്ചാലോ? ഏറി കേട്ടണ്ട, ചുമ്മാ പറഞ്ഞാണ്. സോ ഗൈസ്, എമ്പുരാന്റെ എന്റെ വേഷത്തിലുള്ള സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് കമന്റ് പറയണേ. ട്രെയിലറും ടീസറും ലൂസിഫർ സിനിമയും വെച്ചിട്ടുള്ള ചെറിയൊരു ഗെസ്സിംഗ് മാത്രമാണ് ഈ സ്റ്റോറി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നല്ല പറഞ്ഞത്. സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കിയിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.